മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ഈശോ എന്ന നാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മധുരമാണ്. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം എത്ര വലുതാണ്. എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ദൈവസ്നേഹമുള്ളിടത്ത് പരസ്നേഹവുമുണ്ട്, പൂവും പൂമ്പൊടിയും എന്നതുപോലെ. ലുബ്ധൻ പണം ചിലവഴിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ വേണം നാം വാക്കുകൾ ഉപയോഗിക്കുവാൻ. ഈശോയെ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെയും എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങളായി എന്നിലേക്ക് പകർത്തണമേ എന്നതാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന. കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ പോലും ഈശോയെ കരുണയില്ലാതെ നിന്ദിക്കുകയല്ലേ ചെയ്തത്. എനിക്കാകട്ടെ ആശ്വസിപ്പിക്കുവാനും സഹതപിക്കുവാനും ശുശ്രൂഷിക്കുവാനും എത്രയോ പേരാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ. മണവാളൻ്റെ വേദനകൾ ഓർക്കുമ്പോൾ എൻ്റേത് എത്ര നിസ്സാരം. ഈശോയെ, അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നോട് പ്രവർത്തിച്ചു കൊള്ളുക. കഠിനമായ വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും പ്രാണനാഥനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. കുരിശ് തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് ഈശോ കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും നൽകുക. ഞാൻ സഹനത്തിന്റെ പുത്രിയാണ്. ത്യാഗവും സഹനവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ മാളികകൾ പണിയുന്നത്. സഹിക്കാൻ എനിക്കേറെ ഇഷ്ടമാണ്. സഹനമില്ലാത്ത നാളുകൾ എനിക്ക് ശൂന്യമായാണ് തോന്നുന്നത്. എൻ്റെ ആത്മബലി ഇനിയും പൂർത്തിയാക്കണമെങ്കിൽ എനിക്കിനിയും കുരിശുകൾ ലഭിക്കണം. അവിടുന്ന് നൽകുന്ന കാസ മട്ടുവരിയും കുടിച്ചിറക്കണം.